എന്നിട്ട് ഈ കഞ്ചിക്കോടാന്ന് പറയും വെലപ്പുള്ളി പഞ്ചായത്തിൽ 26 ഏക്കർ ഈ സ്ഥലം മതിൽ കെട്ടി എടുത്തിട്ടുണ്ട്. നാട്ടുകാരോടും പഞ്ചായത്തിനോട് ഈ കമ്പനി പറയുന്നത് കോളേജ് തുടങ്ങാനാണ്. കോളേജ് തുടങ്ങാൻ വേണ്ട കോളേജാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കോളേജ് എന്ന് പറയുന്നത് ഇതാണ്, മദ്യനിർമ്മാണ യൂണിറ്റാണ്. കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങിച്ചത്. 2 കൊല്ലം മുമ്പ് കമ്പനി പരിപാടി ആരംഭിച്ച 2 കൊല്ലം മുമ്പ് എക്സൈസ് മന്ത്രി ഈ സർക്കാരും ഇവരുമായിട്ട് ഈ കമ്പനിയുമായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചതാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്തത്? ഡൽഹി മദ്യനിർമ്മാണ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടമയാണ് ഇയാൾ. 2, ഇവരുടെ ഈ പ്ലാന്റ് വ്യാപകമായി ഭൂഗർഭ ജലവും ഉപരിതല ജലവും മലിനമാക്കുന്ന പ്ലാന്റാണ് ഇവരുടെ. അപ്പോൾ ജലമലിനീകരണത്തിന് കൊക്കക്കോള പ്ലാച്ചിമടയിലെ കൊക്കക്കോള പ്ലാന്റ് അടച്ചുപൂട്ടിയ ആ ജില്ലയിൽ തന്നെ ഇങ്ങനെ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഈ പ്ലാന്റ് എന്തിനു കൊടുത്തു? ഇതിൻ്റെ സംസ്കൃത വസ്തുവിൽ പ്രധാനം വെള്ളമാണ്. പാലക്കാട് ഭൂഗർഭജലത്തിൻ്റെ വിധാനം വളരെ താഴെയാണ്, വെള്ളം ഇല്ലാത്ത സ്ഥലമാണ്, വെള്ളം കിട്ടാൻ ആളുകൾ ബുദ്ധിമുട്ടുന്ന പ്രദേശമാണ്. അവിടെ എന്തിനു കൊടുത്തു? ഇതൊക്കെയാണ് ചോദ്യം. പിന്നെ ഈ മദ്യനയത്തിലെ 24 നോക്കൂ എന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ നോക്കി. ഇപ്പോൾ കൊടുത്തതും ആ 24 പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായി ഈ കമ്പനിയുമായി മാത്രം ചർച്ച നടത്തി ഈ കമ്പനിക്ക് മാത്രം കൊടുത്തു? ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രഖ്യാപിക്കണം. ഞങ്ങൾ നാളെ മുതൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കാൻ പോവുകയാണ്. ആവശ്യമുള്ളവർക്ക് അപേക്ഷ കൊടുക്കാം. ആ അപേക്ഷ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ അവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കും. അങ്ങനെയല്ലേ പറയേണ്ടത്? ഞാനപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു, ഇത് രാജഭരണമല്ല. രാജഭരണത്തിന് ഇഷ്ടമുള്ള ആളുകൾക്ക് പട്ടും വളയൊക്കെ കൊടുക്കുക. ഇത് രാജഭരണമല്ല. ഇഷ്ടമുള്ള കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ. ഇത് രാജഭരണമല്ല, ഇത് ജനാധിപത്യ ഭരണമാണ്, നടപടിക്രമങ്ങളുള്ള നാടാണ്. അപ്പം അത് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവൂ. വിഷയദാരിദ്ര്യം എന്ന് പറയുന്ന മറുപടിയല്ല. രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിലെ കോൺഗ്രസിലെ തർക്കം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിലുള്ള മറുപടിയല്ല. അത് ഞങ്ങൾ തീർത്തോളാം. തർക്കമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വേണം ഈ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തിക്കോളാം. ഞങ്ങൾ എല്ലാ കാര്യവും പരസ്പരം ആലോചിച്ചിട്ട് ഞങ്ങൾ 2-2 പറഞ്ഞത് ഈ വിഷയത്തിൽ. അദ്ദേഹം അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. അന്നും രണ്ടാമത് പത്രസമ്മേളനം നടത്തിയത് ഞാനാണ്. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ്.